അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ നബിയിൽ മുസ്തഫ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ്. മബാഹിത്തുൽ ഹുജ്ജയിലാണ് ഈ ചർച്ച തുടക്കം കുറിച്ചത്. ഹുജ്ജത്ത് അഥവാ തെളിവ്, അതിന് 3 മബഹത്തുകളാണ് ഉള്ളത്. 1 ഖിയാസ്, 2 ഇസ്തിഖ്റാ, 3 തംസീൽ. ഇതിലാദ്യ സെക്ഷനായ ഖിയാസിനെ കുറിച്ചുള്ള ഏകദേശം എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു. അൽ ഖിയാസുൽ ഹംലിയ, അതിൽ 4 ഷെക്കിലുകൾ പറഞ്ഞു, അതിൻ്റെ ലർബുകൾ പറഞ്ഞു, ഹദ്ദ, ഉസത്ത്, അസ്ഗർ, അക്ബർ, സുഗറ, കുബറ, ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. അതിനുശേഷം ഷർത്തിയ ഇഖ്തിറാനിയയുടെ ഖിയാസ് എങ്ങനെയായിരിക്കുമെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഇനി ശേഷിക്കുന്നത് ഷർത്തിയ ഇസ്തിത്നായിയ, അഷർത്തിയത്തുൽ ഇസ്തിത്നായിയയുടെ ഖിയാസ് എങ്ങനെയായിരിക്കും എന്നാണ്. എന്താണ് അഷർത്തിയത്തുൽ ഇസ്തിത്നായിയ? ഇല്ല, ലാക്കിന്ന തുടങ്ങിയ ഇസ്തിത്നാഇൻ്റെ അദാത്ത് വരുന്ന ഖളിയയാണ്, ഷർത്തിയായ ഖളിയയാണ് നമ്മൾ ഷർത്തിയ ഇസ്തിത്നായിയ എന്ന് പറയുന്നത്. അതിൻ്റെ ഉദാഹരണം നമ്മൾ മുമ്പ് പറഞ്ഞതാണ് അല്ലേ. ഈ ഇസ്തിത്നായിയയെ സൂചിപ്പിക്കാൻ മറ്റൊരു കാര്യം കൂടിയുണ്ട്. അതിൻ്റെ നതീജ ഓൾറെഡി ഈ 2 മുഖദ്ദിമയിൽ ഏതിലെങ്കിലും സുഗറയിലോ കുബ്രയിലോ ഒക്കെ പറഞ്ഞു കാണും. അങ്ങനെ പിന്നെ നതീജ അവിടെ നിന്ന് എടുത്ത് പറയേണ്ട കാര്യമേ ഉണ്ടാവുള്ളൂ. ഓൾറെഡി നതീജ ഈ മുഖദ്ദിമയിൽ എവിടെയെങ്കിലുമൊക്കെ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ അഷർത്തിയത്തുൽ ഇസ്തിത്നാഇയ എന്ന് പറയുന്നത്. അങ്ങനെ ഇസ്തിത്നാഇയായ ഷർത്തിയയുടെ ഖിയാസ് എങ്ങനെയായിരിക്കും എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത്. അതോടെ ഖിയാസ് കഴിഞ്ഞു. പിന്നെ നമ്മൾ ഇസ്തിഖ്റായിലേക്കും തംസീലിലേക്കും കടക്കും. അപ്പോൾ പാഠഭാഗത്തേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ അൽ ഖിയാസുൽ ഇസ്തിസ്നാഇയുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമുക്കൊന്ന് പറയാനുണ്ട്. ഇതിൽ ചർച്ചാ വിധേയമാവുന്നത് 4 കാര്യങ്ങളാണ്. 1 മുത്തസില. മുത്തസിലായ ഖളിയയെക്കുറിച്ച് നിങ്ങൾക്കറിയാം. ഇൻകാനത്തി ഷംസു ത്വാലിഅതൻ ഫന്നഹാറു മൗജൂദൻ. ഇഫ്, ഇംഗ്ലീഷിലാണെങ്കിൽ ഇഫ് എന്ന രൂപത്തിൽ വരുന്നതാണ്. സൂര്യൻ ഉദിക്കുകയാണെങ്കിൽ പകലുണ്ടാവും അല്ലേ, അങ്ങനെ പറയുന്നതാണ്. മഴ പെയ്യുകയാണെങ്കിൽ ഇന്ന് കളിയുണ്ടാവില്ല. അങ്ങനെ നമ്മൾ സാധാരണ ഇഫ് എന്ന അർത്ഥത്തിൽ പറയുന്നതാണ് മുത്തസില. അതാണ് 1. അടുത്തത് മുൻഫസിലയുടെ 3 രൂപങ്ങളാണ്. അതാണ് നമുക്ക് പരിചയമില്ലാതെ. മുൻഫസില അറിയാം, പക്ഷെ മുൻഫസിലയുടെ 3 രൂപങ്ങൾ. മുൻഫസില എന്ന് പറഞ്ഞാൽ തന്നെ എയ്തർ ഓർ ആണ്. ഒന്നുകിൽ ഇത് അല്ലെങ്കിൽ അത്. അതിന് 3 ഇനങ്ങളാണുള്ളത്. 1 ഹക്കീക്കിയ, 1 മാനിഅത്തുൽ ജമ്മ്, 1 മാനിഅത്തുൽ ഖുലുവ്. ഇങ്ങനെ 3 എണ്ണം. ഇതിൻ്റെ ഖിയാസ് എങ്ങനെയായിരിക്കും എന്നാണ് ഇതിൽ പറയുക. അങ്ങനെ ഈ 4 എണ്ണം, മുത്തസില, മുൻഫസില ഹക്കീക്കിയ, മുൻഫസില മാനിയത്തുൽ ജമ്മ്, മുൻഫസില മാനിയത്തുൽ ഖുലൂബ്. അപ്പോൾ അതിൻ്റെ ഖിയാസിലേക്ക് കടക്കുന്നതിന് മുമ്പ് എന്താണ് ഹക്കീക്കിയ, എന്താണ് മാനിയത്തുൽ ജമ്മ്, എന്താണ് മാനിയത്തുൽ ഖുലൂബ് എന്നറിഞ്ഞിരിക്കുന്നത് നന്നായിരിക്കും. പിന്നെ പാഠഭാഗത്ത് ഒന്നുകൂടി അതിൻ്റെ ഉദാഹരണം ചർച്ചാ വിധേയമാകുമ്പോൾ കാര്യം വ്യക്തമാവുകയും ചെയ്യും അല്ലേ. മുൻഫസില ഹക്കീക്കിയ എന്ന് പറഞ്ഞാൽ അല്ലേ, ഒരു മുൻഫസിലക്ക് 2, മുൻഫസിലക്കും മുത്തസിലക്കൊക്കെ 2 പാർട്ടുകളാണ് ഉണ്ടാവുക ആ ഖളിയയിൽ. ഒരു മുഖദ്ദമും ഉണ്ടാവും, ഒരു താലിയും ഉണ്ടാവും. അപ്പോൾ ഹക്കീക്കിയായ ഒരു മുൻഫസിലിൻ്റെ 2 പാർട്ടുകൾ നമുക്ക് നോക്കാം. അൽ അദദു ഇമ്മ സൗജുൻ ഔ ഫർദുൻ. ഒരു സംഖ്യ എന്ന് പറയുമ്പോൾ ഒന്നുകിൽ ഒറ്റയായിരിക്കും അല്ലെങ്കിൽ ഇരട്ടയായിരിക്കും. ഇവിടെ 2 തർഫ് ഏതാ? 1 ഒറ്റ, 2 ഇരട്ട അല്ലേ. അപ്പോൾ ഈ 2 തർഫുകളും ഒരുമിച്ച് കൂടാനും പറ്റില്ല, ഒരുമിച്ച് ഒഴിവാവാനും പറ്റൂല. അതിനെയാണ് നമ്മൾ ഹക്കീക്കിയ എന്ന് പറയുന്നത്. എങ്ങനെ? ഈ 2 തർഫുകൾ ഒരുമിച്ച് കൂടാനും പറ്റൂല, ഒരുമിച്ച് ഒഴിവാവാനും പറ്റില്ല. ഇപ്പോൾ ഇവിടെ നോക്കി നിങ്ങൾ, ഒരു സംഖ്യ, ആ സംഖ്യ എന്ന കാര്യത്തിൽ ഒറ്റയും ഇരട്ടയും ഒരുമിച്ച് കൂടുമോ? 2 ഒറ്റയുമാണ് ഇരട്ടയുമാണ് എന്ന് നമ്മൾ പറയുമോ? ഇല്ല. അപ്പോൾ ഒരുമിച്ച് കൂടാൻ പറ്റില്ല. അതേപോലെ ഒരുമിച്ച് ഒഴിവാവാനും പറ്റില്ല. അഥവാ 2 എന്നുള്ളത് ഒറ്റയുമല്ല ഇരട്ടയുമല്ല എന്ന് പറയാൻ പറ്റുമോ? കാരണം 2 ഇരട്ടയാണ്. ഓക്കെ. അപ്പോൾ സംഖ്യകളെല്ലാം എയ്തർ ഓഡ് ഓർ ഈവൻ. അപ്പോൾ ഒന്നുകിൽ ഒറ്റയാവണം അല്ലെങ്കിൽ ഇരട്ടയാവണം, അങ്ങനെ തന്നെ വരണം. അല്ലാതെ ഒറ്റയും ഇരട്ടയും ആവാനും പറ്റൂല, ഒറ്റയും ഇരട്ടയും അല്ലാതിരിക്കാനും പറ്റില്ല. ഇതിനെയാണ് ഹക്കീക്കിയ എന്ന് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഖിയാസിൽ ഉദാഹരണ സഹിതം നിങ്ങൾക്ക് കാണുന്ന വിസിബിളായിട്ട് തന്നെ വിശദീകരിക്കട്ടോ. ഞാൻ മൊത്തത്തിൽ ആദ്യം ഒന്ന് പറയുന്നു എന്ന് മാത്രം. മാനിയത്തുൽ ജമ്മ എന്ന് പറഞ്ഞാൽ ഒരുമിച്ച് കൂടാനേ പറ്റാത്തതുള്ളൂ, ഒരുമിച്ച് ഒഴിവാവാം വേണമെന്നുണ്ടെങ്കിൽ. അതാണ് മാനിയത്തുൽ ജമ്മ. ഉദാഹരണം പറയാം. ഹാദ ഇമ്മ ഹജറുൻ ഔ ഷജറുൻ. ഹാദ ഷൈഉ ഇമ്മ ഹജറുൻ ഔ ഷജർ. ഈ വസ്തു ഒന്നുകിൽ കല്ലായിരിക്കാം അല്ലെങ്കിൽ മരമായിരിക്കാം. എന്തായാലും കല്ലും മരവും അല്ലേ ഒരുമിച്ചാവില്ല. ഇത് കല്ലുമാണ് മരവുമാണ്, അങ്ങനെ ഉണ്ടാവില്ലല്ലോ, ഉണ്ടാവില്ല അല്ലേ. എന്നാൽ
ഇത് രണ്ടും അല്ലാത്തൊരു വസ്തു ഒരു ഗ്ലാസ് ആയിക്കോട്ടെ, ഗ്ലാസ് ആവാലോ. അപ്പോൾ ഒരുമിച്ച് കൂടാനേ പറ്റാത്തുള്ളൂ. മാനി അത്തുൽ ജം, വാക്ക് ഉപയോഗിക്കുന്ന പോലെ തന്നെ മാനി അത്തുൽ ജം, ഒരുമിച്ച് കൂടാൻ പറ്റൂല. ഒരുമിച്ച് വേണമെങ്കിൽ ഒഴിവാവാം, ഇത് രണ്ടും അല്ലാത്തൊരു വസ്തുവാവാം. കാര്യം വ്യക്തമല്ലേ? ആണ്. അടുത്തത് മാനിയത്തുൽ ഹുലുവ്, ഒരുമിച്ച് ഒഴിവാവാൻ പറ്റൂല, വേണമെങ്കിൽ ഒരുമിച്ച് കൂടാം. ഓക്കെ, ഒരുമിച്ച് ഒഴിവാവാൻ പറ്റൂല, വേണമെങ്കിൽ ഒരുമിച്ച് കൂടാം. ഇത് കുറച്ച് പ്രയാസമാണ് ഇതിൻ്റെ ഉദാഹരണങ്ങൾ കണ്ടെത്താൻ. എന്തായാലും നമുക്കൊന്ന് പറഞ്ഞു നോക്കാം ഒരു ഉദാഹരണം. വേൾഡ് കപ്പ് ഫൈനൽ അല്ലേ, ഒരു വേൾഡ് കപ്പ് ഫൈനൽ, ഏറ്റവും അവസാനത്തെ ICC ക്രിക്കറ്റ് വേൾഡ് കപ്പ് തന്നെ ആയിക്കോട്ടെ. അപ്പോൾ അത് നടന്നിട്ടില്ല കേട്ടോ, നടക്കാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ പറയാണ് ഇന്നത്തെ ഫൈനലിലെ ചാമ്പ്യൻസ് ഒന്നുകിൽ ന്യൂസിലാൻഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഇംഗ്ലണ്ട് ആയിരിക്കും. ഇങ്ങനെ പറഞ്ഞാൽ വേണമെങ്കിൽ ഇവർ രണ്ടുപേരും ആവാം. കാരണം എന്താ, കളി നടന്നില്ല, പലതവണ ശ്രമിച്ചു കളി നടത്താൻ. ഒരു വട്ടം മഴ വന്നു, മറ്റൊരു കടന്നലാക്രമണം വന്നു, മറ്റോ അവിടെ എന്തൊക്കെ കോവിഡ് വന്നു. അങ്ങനെ എന്ത് ചെയ്തു, രണ്ടുപേരെയും ഒരുമിച്ച് ചാമ്പ്യൻസ് ആയിട്ട് തീരുമാനിക്കും. അങ്ങനെയാണല്ലോ. അല്ലാതെ രണ്ടുപേരും അത്തവണ ചാമ്പ്യന്മാരല്ലാതിരിക്കുക, അതുണ്ടാവില്ല. മാനിയത്തുൽ ഹുലുവ്, ഇംഗ്ലണ്ടും അല്ല ചാമ്പ്യന്, അതേപോലെ തന്നെ ന്യൂസിലാൻഡും അല്ല ചാമ്പ്യന്, മൂന്നാമതൊരാൾ, അങ്ങനെ ഉണ്ടാവില്ലല്ലോ. കാരണം ഫൈനലിൽ ഇവരാണ് എത്തിയത്, ന്യൂസിലാൻഡും ഇംഗ്ലണ്ടുമാണ് എത്തിയത്. അപ്പോൾ ഇവർ രണ്ടുപേരും വേണമെങ്കിൽ ചാമ്പ്യൻ ആവാം, രണ്ടുപേരും അല്ലാതിരിക്കുക എന്നുള്ള അവസ്ഥ ഉണ്ടാവും. ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ പെട്ടെന്ന് തോന്നിയത്. അപ്പോൾ ഇങ്ങനെയുള്ള പല ഉദാഹരണങ്ങളും നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ഇതിനെയാണ് മാനിയത്തുൽ ഹുലുവ് എന്ന് പറയുന്നത്. ഇപ്പോൾ 4 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന് മുത്തസില, ഒന്ന് മുൻഫസില ഹക്കീക്കിയ, ഒന്ന് മുൻഫസില മാനിയത്തുൽ ജമ്മ്, മറ്റൊന്ന് മുൻഫസില മാനിയത്തുൽ ഹുലുവ്. ഇതിൻ്റെ കിയാസ് എങ്ങനെയായിരിക്കുമെന്നാണ് കുറിപ്പിൽ വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞതാണ്. എന്നാൽ ഒരു വട്ടം കൂടി ഇതിൽ ടേംസ് ഞങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങൾ എന്താ ഐനുൽ മുഖദ്ദമ്, നഖീലു താലി എന്നൊക്കെ കാര്യം പറയുക. അപ്പോൾ നിങ്ങൾക്ക് അതിലൊരു സംശയം വേണ്ട എന്ന് കരുതിയിട്ടാണ് പറയുന്നത്. നോക്കൂ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫസ്ലുൻ ഫിൽ ഖിയാസിൽ ഇസ്തിത്നാഇ. എന്താണ് ഇസ്തിത്നാഇയായ ഖിയാസിൻ്റെ പ്രത്യേകത? മുറക്കബും മിൻ മുഖദ്ദമത്തൈനി, 2 മുഖദ്ദിമകളായിരിക്കും അതിലുണ്ടാവുക. 2 മുഖദ്ദിമകൾ, ഒന്ന് ഷർത്തിയ, മറ്റൊന്ന് ഹംലിയ. അങ്ങനെയാണ് ഇസ്തിത്നാഇയായ ഖിയാസ് വരിക. പക്ഷെ പിന്നെ മറ്റൊരു പ്രത്യേകത കൂടി ചേരുമ്പോഴേ അത് പൂർണ്ണമാവുള്ളൂ. യതഖല്ലലു ബൈനഹുമാ കലിമത്തുൽ ഇസ്തിത്നാഇ. ഒരു ഇസ്തിത്നാഇൻ്റെ അദാത്തായ ഇല്ലാ വഖവാത്തുഹയിൽ ഏതെങ്കിലും ഉണ്ടാവും. മിക്കവാറും വരെ ലാക്കിന്നെയാണ്, ഇല്ലെന്നും അധികം വരില്ല, ലാക്കിന്നെയാണ് വരിക. വമിൻ സമ്മ, അങ്ങനെ ഒരു ഇസ്തിത്നാഇൻ്റെ അദാത്ത് വരുന്നത് കൊണ്ടാണ് ഈ കളിയൊക്കെ ഇസ്തിത്നാഇ എന്ന് പേര് വരുന്നത് കേട്ടോ. അപ്പോൾ ഇതുകൊണ്ട് അങ്ങനെ പേരിട്ടു എന്നേ ഉള്ളൂ. പ്രധാനപ്പെട്ട കാരണം നമ്മൾ മുമ്പ് പറഞ്ഞതാണ്. ഇതിൻ്റെ നെത്തീജ ഓൾറെഡി മുഖദ്ദിമയിൽ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടാവുന്നുള്ളൂ. അപ്പോൾ ആദ്യത്തേത് ഇനി ഉദാഹരണം പറഞ്ഞ് നമുക്ക് പോകാവുന്നേ ഉള്ളൂ. പക്ഷെ അവിടെ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും വേണം. ഫഇൻകാനത്ത് ഷർത്തിയത്തു മുത്തസിലത്തൻ, ഈ കളിയ ഷർത്തിയ മുത്തസിലയാണെങ്കിൽ ഇപ്പോൾ ഇസ്തിത്നാഉ ഐനുൽ മുഖദ്ദമി യുൻതിജു ഐനത്താലി. ഒരു ഭാഗം ഉണ്ട് എന്ന് പറഞ്ഞാൽ മറ്റേ ഭാഗം ഉണ്ട് എന്നായിക്കാരം അർത്ഥം. വസ്തിത്നാഉ നഖീലു താലി, താലി ഇല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മുഖദ്ദമ് ഇല്ല എന്നായിരിക്കും. ഉദാഹരണം പറയാം. സൂര്യൻ ഉദിച്ചാൽ പകലുണ്ടാവും. അതെ, കുല്ലമാ കാനത്തി ശംസു താലിയത്തൻ കാന നഹാറു മൗജൂദ എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ പറയുന്നു ലാക്കിന്ന ശംസ താലിയത്തുൻ, അതെ സൂര്യൻ ഉദിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നതെങ്കിൽ അതെ പകലുണ്ടാവും. സൂര്യൻ ഉദിച്ചിട്ടില്ല എന്ന് പറയുന്നെങ്കിൽ പകലുണ്ടാവില്ല. പകലുണ്ട് എന്നാണ് പറയുന്നത്. ലാക്കിന്ന നഹാറ മൗജൂദൻ എന്നാ പറയുന്നെങ്കിൽ സൂര്യൻ ഉദിച്ചിട്ടുണ്ടാവും. പകലുണ്ടായില്ല എന്നാണ് പറയുന്നതെങ്കിൽ സൂര്യൻ ഉദിച്ചിട്ടുണ്ടാവില്ല. ഇങ്ങനെയാണ്. ഒരു വസ്തു ഉണ്ടെങ്കിൽ മറ്റേ വസ്തു ഉണ്ടാവും, ഒരു വസ്തു ഇല്ലെങ്കിൽ മറ്റേ വസ്തു ഇല്ല. ഈ 2 തർഫിലേ ഇതിൽ ഒന്നാമത്തെ തർഫ് ഇതാണ്, മുഖദ്ദം എന്ന് പറയുന്നത് കുല്ലമാ കാനത്തി ശംസു താലിയത്തൻ എന്നാണ്. രണ്ടാമത്തെ തർഫ് കാന നഹാറു മൗജൂദൻ എന്നാണ്. അപ്പോൾ സൂര്യൻ ഉദിച്ചാൽ പകലുണ്ടാവും, സൂര്യൻ ഉദിച്ചില്ലേ പകലുണ്ടാവില്ല, പകലുണ്ടായാൽ സൂര്യൻ ഉദിക്കും, പകലുണ്ടായില്ലേ സൂര്യൻ ഉദിക്കൂല. ഇങ്ങനെ 4 അങ്ങോട്ടും ഇങ്ങോട്ടും. മുഖദ്ദം ഉണ്ടെങ്കിൽ താലി ഉണ്ടാവും, മുഖദ്ദം ഇല്ലെങ്കിൽ താലി ഉണ്ടാവില്ല, താലി ഉണ്ടെങ്കിൽ മുഖദ്ദം ഉണ്ടാവും, താലി ഇല്ലെങ്കിൽ മുഖദ്ദം ഉണ്ടാവില്ല. ഇങ്ങനെയാണ് മുത്തസില. ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് മുൻഫസില. ഓക്കെ, വഇൻകാനത്ത് മുൻഫസിലത്തൻ ഹക്കീക്കിയത്തൻ. ഇനി ഇത് മുൻഫസില ഹക്കീക്കിയാണെങ്കിൽ ഫഇസ്തിത്നാഉ ഐനി അഹദിഹിമ, അതിൽ ഏതെങ്കിലും ഒന്ന് ഉണ്ട് എന്ന് പറഞ്ഞാൽ, ഇസ്തിത്നാ കാരണം ഒന്ന് ഇല്ലാതാക്കുക എന്നല്ല, ഒന്ന് ഉണ്ട് എന്ന് നമ്മൾ ലാക്കിനെ വെച്ച് പറഞ്ഞാൽ അങ്ങനെ തന്നെ മനസ്സിലാക്കണം കേട്ടോ. ഫഇസ്തിത്നാഉ ഐനി അഹദിഹിമ, ഇതിലേതെങ്കിലും ഒന്ന് ഉണ്ട് എന്ന് ലാക്കിനെ വെച്ച് നമ്മൾ പറഞ്ഞാൽ യുൻതിജു നക്കീലൽ ആഖിറ, മറ്റേത് ഇല്ല എന്നായിരിക്കും വരിക. മുത്തസിലയിൽ എന്താ പറഞ്ഞത്? ഇതുണ്ടെങ്കിൽ മറ്റേത് ഉണ്ട് എന്നല്ല പറഞ്ഞ്. മുൻഫസില ഹക്കീക്കിയയിൽ അങ്ങനെയല്ല, ഒന്നുണ്ടെങ്കിൽ മറ്റേത് ഇല്ല എന്നായിരിക്കും വരിക. വബിൽ അക്സി നേരെ തിരിച്ചാണ്. മറ്റേത് ഇല്ലെങ്കിൽ ഇതും ഉണ്ടാവില്ല, അല്ല മറ്റേത് ഉണ്ടെങ്കിൽ ഇതും ഉണ്ടാവില്ല.
ഓക്കെ, ആ ഒരു ഉദാഹരണം നമുക്കൊന്ന് ആ കുറിപ്പിൽ നോക്കാം. നിങ്ങൾക്ക് ഇനി മുക്കദ്ദമിൻ്റെ അയിനുണ്ടെങ്കിൽ താലയുടെ നക്കീൽ ഉണ്ടാവില്ല എന്നൊക്കെ പഠിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അതിനാണ് ഞാൻ മുകളിൽ എഴുതിയിട്ടുള്ളത്. മുക്കദ്ദം ഉണ്ടായാൽ താലിയുടെ ഓപ്പോസിറ്റാണ് ഉണ്ടാവുക. താലി ഉണ്ടായാൽ മുക്കദ്ദമിൻ്റെ ഓപ്പോസിറ്റും ഉണ്ടാവും. തിരിച്ചും മുക്കദ്ദമിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടായാൽ താലി ഉണ്ടാവും, താലിയുടെ ഓപ്പോസിറ്റ് ഉണ്ടായാൽ മുക്കദ്ദം ഉണ്ടാവും. ഇതിൻ്റെ ഇടയിലുള്ള ബന്ധം ഓപ്പോസിറ്റാണ്. അഥവാ മുത്തസിൽ എങ്ങനെയാണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ്. ഉദാഹരണം നോക്കാം നമുക്ക്. ഇമ്മ അയ്യക്കൂന ഹാദൽ അദദു സൗജൻ ഔ ഫർദൻ. ഈ സംഖ്യ ഒന്നുകിൽ ഒറ്റയായിരിക്കും അല്ലെങ്കിൽ ഇരട്ടയായിരിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് നമ്മൾ ഇരട്ടയാണ് എന്ന് ആദ്യം കലിയെ പറഞ്ഞിട്ട് നമ്മൾ പിന്നെ അടുത്തത് ഒരു ഹംലിയായ കലിയ ഇസ്തിനായി ആയിട്ട് പറയാണ്. ലാക്കിൻ ഔ സൗജുൻ, അതെ അത് ഇരട്ടയാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഒറ്റയല്ല എന്നായിരിക്കും വരിക. ഇരട്ടയല്ല എന്ന് പറഞ്ഞാൽ ഒറ്റയാണ് എന്നാണ് വരിക. നമ്മൾ ഒറ്റയാണെന്നാണ് പറഞ്ഞെങ്കിൽ ഇരട്ടയല്ല എന്നാണ് വരിക. ഒറ്റ അല്ല എന്ന് പറഞ്ഞാൽ ഇരട്ടയാണെന്നും വരും. അങ്ങനെയാണ് ഇതിൻ്റെ, അങ്ങനെ അല്ലേ വരാൻ പറ്റുള്ളൂ. ഒന്നുകിൽ ഒറ്റയാണ് അല്ലെങ്കിൽ ഇരട്ടയാണ്. ഇതുണ്ടെങ്കിൽ തമ്മിൽ ഒരുമിച്ച് കൂടാനും പറ്റില്ല, ഒരുമിച്ച് ഒഴിവാവാനും പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരുള്ളൂ. ഒന്നുണ്ടെങ്കിൽ മറ്റേത് ഉണ്ടാവില്ല എന്നാണ് വരിക. സംഗതി മനസ്സിലായല്ലോ? ഇതൊന്ന് ഉദാഹരണം അതിൻ്റെ മുകളിലുള്ള ഐനുൽ മുക്കദ്ദം. ഐനുൽ മുക്കദ്ദം പറഞ്ഞാൽ മുക്കദ്ദം ഉണ്ടാവലാണ്. ഐനു താലി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അല്ലെങ്കിൽ ഐനു താലി എന്നല്ല പറയാം. ഐനു താലി എന്ന് പറഞ്ഞാൽ താലി ഉണ്ടാവുക എന്നാണ് അർത്ഥം. നഖീലുൽ മുക്കദ്ദം പറഞ്ഞാൽ മുക്കദ്ദം ഇല്ലാതിരിക്കുക. ലാക്കിന്നഹു ലൈസ ബി സൗജിൻ എന്ന് പറയുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത മുൻഫസില മാനിയത്തുൽ ജമ്മു നോക്കാം. ഇത് മനസ്സിലായാൽ പിന്നെ മുൻഫസില മാനിയത്തുൽ ജമ്മു, മുൻഫസില മാനിയത്തുൽ ഖുലുബ് എളുപ്പമാണ്. കാരണം ഹക്കീക്കയ്ക്ക് രണ്ട് ഭാഗമാണുള്ളത്. അതിൻ്റെ ഒരു ഭാഗമാണ് മാനിയത്തുൽ ജമ്മു, ഒരു ഭാഗമാണ് മാനിയത്തുൽ ഖുലുബ്. അടുത്തത് വഫി മാനിയത്തുൽ ജമ്മി. മാനിയത്തുൽ ജംഇലോ യുൻതിജുൽ ഖിസ്മൽ അവ്വല, ഒന്നാമത്തത് മാത്രം നതീജയാകും. ദൂനത്താനി, രണ്ടാമത്തെ ഉണ്ടാവില്ല എന്ന് പറഞ്ഞാൽ പേടിക്കേണ്ട. എന്താണ് അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഇത് ഒന്നാമത്തത് പറഞ്ഞാൽ ഇതാണ്. ഇസ്തിസ്നാഉ ഐനി അഹദിഹിമ യുൻതിജു നഖീൽ അൽ ആഖിരി. അതിൽ ഒന്നുണ്ടെങ്കിൽ മറ്റേതുണ്ടാവില്ല. അതാണ് മാനിയത്തുൽ ജമ്മ്. ഒന്നുണ്ടെങ്കിൽ മറ്റേതുണ്ടാവില്ല എന്നാണ് ഒന്ന്. വബിൽ അക്സി എന്നുള്ളത് രണ്ടുമാണ്. അതിൽ ഒന്നാമത്തെ ഉണ്ടാവും. ആ ഹക്കീക്ക് എങ്ങനെയാണ്? ഒന്നുണ്ടെങ്കിൽ മറ്റേതിൻ്റെ നഖീൽ ഉണ്ടാകും അല്ലേ? ഇത്രയേ ഉള്ളൂ. അതേപോലെ തന്നെ മറ്റേതില്ലെങ്കിൽ രണ്ടാമത്തെ താലി ഇല്ലെങ്കിൽ ഇതുണ്ടാവും അല്ലേ? മുഖദ്ദം ഉണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ട്. ഇതിലൊന്ന് മാത്രമേ ഉള്ളൂ, രണ്ടാമത്തതില്ല. അതാണ് മാനിയത്തുൽ ജമ്മിൻ്റെ ഉദാഹരണം. ഇങ്ങനെയൊന്നും പറയേണ്ട കാര്യമില്ല. നമുക്ക് ഉദാഹരണം നോക്കാം. മുഖദ്ദമും താലിയും ഒരുമിച്ച് കൂടാൻ പാടില്ലാത്ത ഖിയാസാണിത്. ഇതിൽ മുഖദ്ദം ഉണ്ടായാൽ താലിയുടെ ഓപ്പോസിറ്റ് ഉണ്ടാവും. അതേപോലെ തന്നെ താലി ഉണ്ടായാൽ മുഖദ്ദമിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടാവും. മറ്റേ ഇല്ല, തിരിച്ചുണ്ടായിക്കൊള്ളണമെന്നില്ല എന്നർത്ഥം. മുഖദ്ദം ഉണ്ടായാൽ താലിയുടെ ഓപ്പോസിറ്റ് ഉണ്ടാവും, താലി ഉണ്ടായാൽ മുഖദ്ദമിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടാവും. അതായത് മുഖദ്ദമി ഇല്ലെങ്കിൽ അല്ലെങ്കിൽ താലി ഇല്ലെങ്കിൽ എന്നുള്ള ഓപ്ഷൻ ഇവിടെ അല്ല. ഇവിടെ ഈ ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. ഹക്കീക്കയിൽ രണ്ട് ഓപ്ഷൻ ഉണ്ടായിരുന്നില്ലേ? ഇവിടെ ഈ ഓപ്ഷൻ മാത്രം. ഉദാഹരണം നോക്കാം. ഇമ്മ അയ്യക്കൂന ഹാദ ഹജറൻ ഔ ഷജറൻ. ഇതൊന്നുകിൽ കല്ലായിരിക്കാം, മരമായിരിക്കാം അല്ലേ? കല്ലും മരവും ആവരുതേന്നേ ഉള്ളൂ. അതല്ലാത്ത മൂന്നാമത്തെ ഒരു അവസ്ഥ ആവാം, അല്ല ഗ്ലാസ്സൊക്കെ ആവാം. അതാണ് മാനിയത്തുൽ ജമ്മ. എന്നിട്ട് നമ്മൾ പറയാണ് ലാക്കിന്നഹു ഹജറുൻ, അതെ ഇത് കല്ലാണ് എന്ന് ഐനുൽ മുഖദ്ദമായിട്ട് നമ്മൾ പറഞ്ഞാൽ അപ്പോൾ അതിൻ്റെ അർത്ഥം അത് മരമല്ല എന്നാണ്. ഇനി നമ്മൾ പറഞ്ഞു ലാക്കിന്നഹു ഷജറുൻ, ഐനു താലിയായിട്ട് പറഞ്ഞു, താലി ഉണ്ട് എന്ന് പറഞ്ഞു. അഥവാ അത് കല്ലല്ല, ഇതൊരു മരമാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? അത് കല്ലല്ല എന്ന് പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇനി അടുത്തത് ഇത് കല്ലല്ല എന്നാണ് നമ്മൾ പറഞ്ഞത് കരുതുക. മുഖദ്ദമിൻ്റെ നഖീൽ എടുത്തത് ഇത് കല്ലല്ല എന്ന് പറഞ്ഞാൽ അത് മരമാവണമെന്ന് നിർബന്ധമല്ല. അത് വേണമെങ്കിൽ ഗ്ലാസോ അല്ലെങ്കിൽ പൂട്ടോ ജനലോ എന്തെങ്കിലുമൊക്കെ ആവാം. ഓക്കെ, അപ്പോൾ ഇത്രയും നമുക്ക് ഒരൊറ്റ ഭാഗം മാത്രമേ നമുക്കിതിൽ പറയാൻ പറ്റുള്ളൂ. കാരണം മൂന്നാമതൊരു സാധനം ആവാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ഇവിടെ ഒരു ഭാഗം മാത്രം പറയാൻ പറ്റുന്നത് നമുക്ക്. ഓക്കെ, അപ്പോൾ ഇതിൽ മുഖദ്ദം ഉണ്ടായാൽ താലിയുടെ ഓപ്പോസിറ്റ് ആയിരിക്കും ഉണ്ടാവുക, താലി ഉണ്ടായാൽ മുഖദ്ദമിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കും ഉണ്ടാവുക എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അടുത്ത ഒരു സൈഡിലേക്ക് നമുക്കിതിൽ പോകാൻ പറ്റില്ല. ആ സൈഡ് മാനിയത്തുൽ ഖുലുബാണ്. ഈ മാനിയത്തുൽ ജമ്മും മാനിയത്തുൽ ഖുലുബും കൂടിയതാണ് നേരത്തെ പറഞ്ഞ ഹക്കീക്കി. അപ്പോൾ മാനിയത്തുൽ ഖുലുബിലേക്ക് പോവാം. മാനിയത്തുൽ ഖുലുബിൽ യുൻതിജു സാനി ദൂനൽ അവലി, രണ്ടാമത്തത്. അഥവാ ഇതില്ലെങ്കിൽ മറ്റേതുണ്ടാവും. അത് മുഖദ്ദമിൻ്റെ നഖീലാണെങ്കിൽ മുഖദ്ദമിൻ്റെ നഖീൽ ഉണ്ടായാൽ താലി ഉണ്ടാവും, താലിയുടെ നഖീൽ ഉണ്ടായാൽ മുഖദ്ദം ഉണ്ടാവും. ഇങ്ങനെ പറയാൻ പറ്റുള്ളൂ. അതിൻ്റെ ആദ്യത്തെ പാർട്ട് മാനിയത്തുൽ ഖുലുബിൽ ഉണ്ടാവില്ല. ഓക്കെ, അത് ഒന്ന് നമുക്ക് പറയാം. അതിൻ്റെ മുമ്പ് വഹാഹുനാക്കദിൻ തഹത്തിൽ മബാഹിത്തുൽ ഖിയാസി ബിൽ ഖൗലിൽ മുജ്മലി, വളരെ ചുരുങ്ങിയ രൂപത്തിൽ ഖിയാസിൻ്റെ ചർച്ചകൾ ഇവിടെ അവസാനിക്കുകയാണ്. വത്തഫ്സീലു മൗഖൂലുൻ ഇലൽ കുതുബി തിവാൽ, ഇതിൻ്റെ വിശദീകരണം നീണ്ട കിതാബുകളിലാണ് ഉണ്ടാവുക. വൽ ആന നദ്കുറു തറഫ മിൻ ലവാഹിഖിൽ ഖിയാസ്,
ഇനി നമുക്ക് പറയാനുള്ളത് ഖിയാസിൻ്റെ മറ്റു ഭാഗങ്ങളാണ് ഇസ്തിഖ്റാവും തംസീലുമാണ് എന്നാണ് ഇനി കിതാബിൽ ബാക്കി നിൽക്കുന്നത്. ഇത് കഴിഞ്ഞ് നമുക്ക് മാനിയത്തുൽ ഖുലൂവിൻ്റെ ഉദാഹരണം കൂടി പറഞ്ഞു നിർത്താം. ഓക്കെ, ഇനി നമ്മൾ ഇസ്തിഖ്റാ തംസീലാണ് അടുത്ത ക്ലാസ്സിൽ പറയും. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിലേക്ക് നമുക്ക് കടക്കാം. അപ്പോൾ ഇനി ബാക്കിയുള്ളത് മാനിയത്തുൽ ഖുലൂവിൻ്റെ ഉദാഹരണം മാത്രമാണ്. മാനിയത്തുൽ ഖുലൂവ്, മുഖദ്ദമും താലിയും ഒരുമിച്ച് ഇല്ലാതാവാൻ പാടില്ലാത്ത ഖിയാസാണ് മാനിയത്തുൽ ഖുലൂവ്. ഇതിൽ മുഖദ്ദമിൻ്റെ ഓപ്പോസിറ്റ് ഉണ്ടായാൽ താലി ഉണ്ടാവും, താലിയുടെ ഓപ്പോസിറ്റ് ഉണ്ടായാൽ മുഖദ്ദം ഉണ്ടാവും, തിരിച്ചുണ്ടായിക്കൊള്ളണമെന്നില്ല എന്ന്. ഇവിടെ നമ്മൾ ഉദാഹരണം പറഞ്ഞത് ഇമ്മായക്കൂന ലാ ഹജറൻ ഔ ലാ ഷജറൻ എന്നാണ്. ഇവിടെ നമുക്ക് മറ്റേ ഉദാഹരണം തന്നെ എടുക്കാം. ഒന്നുകിൽ ന്യൂസിലാൻഡ് ജയിക്കും, അല്ലെങ്കിൽ ആര് ജയിക്കും? ഇംഗ്ലണ്ട് ജയിക്കും. അപ്പോൾ ന്യൂസിലാൻഡ് ജയിക്കുന്നില്ലെങ്കിൽ നക്കീലുൽ മുഖദ്ദം, അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ആര് ജയിക്കുന്നതാണ്? ഒന്നാമത് നക്കീലുൽ മുഖദ്ദമ, ന്യൂസിലാൻഡ് ജയിക്കുന്നില്ലെങ്കിൽ, ഇവിടെ അങ്ങനെ നക്കീലുൽ മുഖദ്ദം, ന്യൂസിലാൻഡ് ജയിക്കുന്നെങ്കിൽ എന്നല്ല, ന്യൂസിലാൻഡ് ജയിക്കുന്നില്ലെങ്കിൽ ഇംഗ്ലണ്ട് ജയിക്കും, ഇംഗ്ലണ്ട് ജയിക്കുന്നില്ലെങ്കിൽ ന്യൂസിലാൻഡ് ജയിക്കും. ഓക്കെ, അങ്ങനെയാണ് ഇതിൻ്റെ മാനിയത്തുൽ ഖുലൂവ് വരിക. ഈ ഉദാഹരണവും എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ ന്യൂസിലാൻഡ് ഇംഗ്ലണ്ട് ഉദാഹരണവും നിങ്ങൾക്ക് എടുക്കാം. ഇങ്ങനെയാണ് ഇസ്തിസ്നായി വരിക. ഇത് പറഞ്ഞപ്പോൾ ഇത്രയുമായാൽ നമ്മുടെ ഈ ഖിയാസ് കഴിഞ്ഞു. ഇനി ഇന്നത്തെ ക്ലാസ്സിൽ എല്ലാവരും ചെയ്യേണ്ട ഒരു ടാസ്ക്കാണ് പറയുന്നത്. ഈ മാനിയത്തുൽ ഖുലൂവിൽ നിങ്ങൾക്ക് കാണാം തിരിച്ചു ഉണ്ടായിക്കൊള്ളണമെന്നില്ല. എന്താണ് ഈ തിരിച്ചുണ്ടായിക്കൊള്ളണമെന്നില്ല? ഞാൻ വിശദീകരിച്ചതാണ്, എന്നാലും നിങ്ങളതൊന്ന് എഴുതിയിട്ട് എനിക്ക് അയക്കണം. അതുപോലെ തന്നെ മാനിയത്തുൽ ജംഇലുണ്ട് തിരിച്ചുണ്ടായിക്കൊള്ളണമെന്നില്ല. ഈ മാനിയത്തുൽ ജംഇലും മാനിയത്തുലും ഖുലൂവിലുമുള്ള ഈ തിരിച്ചുണ്ടായിക്കൊള്ളണമെന്നില്ല എന്നുള്ളതിൻ്റെ വിശദീകരണം നിങ്ങൾ ഈ ക്ലാസ് വളരെ പൂർണ്ണമായും കേട്ട് കൃത്യമായി ശ്രദ്ധിച്ച് മനസ്സിലാക്കി അതൊന്ന് അയച്ചു തരണം. ഇൻഷാ അല്ലാഹ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.